മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFന്റെ ലക്ഷ്യം. ആ മദ്യവർജനത്തിന് വേണ്ടി ഇതാ ഞങ്ങൾ പുതിയ ഒരു തീരുമാനം കൂടെ ഇറക്കിയിരിക്കുന്നു. എന്താണത്? ബാറുകളുടെ സമയം 2 മണിക്കൂറും കൂടെ കൂട്ടിക്കൊടുത്തിരിക്കുന്നു. അതായത് രാവിലെ നേരത്തെ 11 മണിയായിരുന്നു സമയം, ഇപ്പോൾ അത് 10 മണിയാക്കി. നേരത്തെ രാത്രിയിലെ സമയം 11 മണിയായിരുന്നു, ഇപ്പോൾ അത് 12 മണിയാക്കി. അതായത് രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ കൂട്ടിയതിലൂടെ 2 മണിക്കൂറും കൂടെ ബാറ് അധികം പ്രവർത്തിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFന്റെ ലക്ഷ്യം. എക്സൈസ് വകുപ്പിന്റെ ഈ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി. ആരാ പരാതി പറയുന്നത്? CPIയുടെ 2-3 മന്ത്രിമാരിരുന്ന് പരാതി പറയായിരിക്കും. അവരത് മൈൻഡ് പോലും ചെയ്യൂല. അല്ലെങ്കിൽ തന്നെ അവർ പറയുന്നത് എങ്ങനെയും മുഖവിലക്ക് എടുക്കാറുണ്ടോ? PM ശ്രീ ഇവരെ എതിർത്തു, എന്നിട്ട് നടപ്പാക്കിയില്ലേ? ഇത് നടപ്പാക്കുമെന്നേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമസഭാ ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം നടത്തുന്നതിലൂടെ ആർക്കാണ് ലാഭം? സർക്കാരിന് ലാഭം ഉണ്ടാവും, തീർച്ചയായിട്ടും സർക്കാരിന് ലാഭം ഉണ്ടാവും. കാരണം അധിക ടാക്സ് അടക്കേണ്ടി വരും. ഈ സമയക്രമത്തിന്റെ ഭാഗമായിട്ട് അധിക ടാക്സ് അടക്കേണ്ടി വരും. അല്ലാതെ ഇതിൽ നിന്നും ആർക്കാണ് കൊള്ള ലാഭം കിട്ടുന്നത്? ബാർ മുതലാളിമാർക്ക്. കേരളത്തിൽ ആരാണ് ബാർ മുതലാളിമാരായിട്ടുള്ളത്? ഈ ബാർ മുതലാളിമാര് ലാഭം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ പങ്ക് ആർക്കായിരിക്കും കിട്ടുക? ഇലക്ഷൻ വരികയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. മുൻപൊരു സമയത്ത് KM മാണി ബാർക്കോഴ അഴിമതിയിൽ പെട്ട സമയത്ത് ഇവരുന്നയിച്ചത്, അതായത് ഇപ്പോൾ LDFന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആളുകൾ ഉന്നയിച്ച പല ന്യായങ്ങളും നമ്മൾ ആരും മറന്നിട്ടില്ല. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ബാർക്കോഴ അഴിമതി നടന്ന സമയത്ത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് കിട്ടും. ആ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ തിരിച്ച് ഇവരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തീരുമാനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFന്റെ ലക്ഷ്യം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരേ ഒരു ചോദ്യം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എന്താണ് മദ്യനിരോധനത്തിനല്ല മദ്യവർജനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത്? മദ്യം വർജിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തെ കാർന്ന് തിന്നുന്ന ഈ ദുർശീലം വർജിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ഈ വകുപ്പ്, എക്സൈസ് വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം അന്ന് ഇറക്കിയ ഇന്നസെന്റിന്റെയും KPSC ലളിതയുടെയൊക്കെ പരസ്യം ഇപ്പോഴും യൂട്യൂബ് പേജുകളിൽ ലഭ്യമാണ്. ഒന്നുകിൽ നിങ്ങൾ ആ മരിച്ചുപോയവരോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കടമ എന്താണെന്നറിയോ? ഒന്നുകിൽ ആ പരസ്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് അഭിനയിപ്പിച്ച് പറഞ്ഞ പൊള്ളത്തരങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് നടപ്പാക്കുക. KPSC ലളിത അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നുണ പറയുന്നവരെ തിരിച്ചറിയുക. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക.